ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയാ പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പഴയണിയും തേൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടി ഉലയുകയായി പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗതാളലയനം ലയനം മുത്താടപ്പൂവിളിയിൽ. അങ്ങനെ കേരളം ഉണർന്നിരിക്കുകയാണ്. അത് ഉണർന്നു വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വിവിധ തരം പൂക്കളുണ്ട് ഈ കടയിൽ. അതായത് പല പല കൊട്ടയിൽ എനിക്കറിയാവുന്നതും അറിയാത്തതുമായ പൂക്കളുണ്ട്. റോസാപ്പൂക്കൾ, ജമന്തി പൂക്കളുണ്ട്, പിന്നെ കോഴിപ്പൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്തപ്പൂക്കളത്തിൽ ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത പൂവുണ്ട്. എന്തായാലും ആളുകൾ രാവിലെ ഇവിടെ എത്തി വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തേക്കാണോ നാളത്തേക്കാണോ എന്നുള്ളത്? വലിയ ആലോചനയിലാണല്ലോ. പൂ വാങ്ങിക്കുന്നുണ്ടോ? വാങ്ങിക്കുന്നുണ്ട്. ഇന്നത്തേക്കാണോ നാളത്തേക്കാണോ? നാളത്തേക്ക്. ഇന്ന് ഇടുന്നില്ലേ? ഇന്ന് നമ്മൾ വിളക്കിന് വേണ്ടിയിട്ട് മാല ആണോ? ഇതിൽ ഏത് ഫേവറേറ്റ് പൂ ഏതാ? അത്തപ്പൂക്കളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൂ ഏതാ? തീരുമാനിച്ചില്ല. ഡിസൈനൊക്കെ ആയോ? നമ്മൾ രണ്ടുപേരും ഇടും അത്തപ്പൂക്കളം തിരുവോണത്തിന്. ഡിസൈൻ ഇന്ന് രാത്രി ചെക്ക് ചെയ്തിട്ട് പൂ അല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? പൂവല്ലാതെ പിന്നെ പഴവർഗ്ഗങ്ങള്, പച്ചക്കറി എല്ലാം വാങ്ങിക്കും. തിരക്കാണ്. അപ്പൊ അതാണ് ഉത്രാട പാച്ചിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ കുറേയധികം ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് പോയി ഇതെല്ലാം ഒതുക്കണമെന്നാണ് പറയുന്നത്. നോക്കുക, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ പൂക്കളെക്കാളും തൊട്ടിപ്പുറത്ത്, ഈ തൊട്ടെതിർവശത്ത് ഈ പൂക്കൾ നിറച്ചിരുന്ന ഇതുണ്ട്, നമ്മുടെ ഈ ബോക്സുകളുണ്ട്. അത്രയും പൂക്കൾ ഇവർ വാങ്ങിച്ചു തീർത്തു. അതായത് മലയാളികൾ ഇത്രയും പൂക്കൾ ഇതുവരെ, അതായത് തിരുവോണം നാളെയാണ്, ഇതുവരെ വാങ്ങിച്ചു തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അരളിപ്പൂ ഉണ്ടോ? അരളിപ്പൂവിനെ എല്ലാവരും ചവിട്ടി പുറത്താക്കി നിർത്തിയിട്ടാണ്. ഇപ്പൊ അരളിപ്പൂ ഉണ്ടോ? അതോ പൂക്കളത്തിൽ നിന്ന് പോലും അതിനെ ഒഴിവാക്കിയോ? പാവം. അരളിപ്പൂ ഉണ്ടോ? അരളിപ്പൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ലോഡ് മുഴുവൻ ഇറക്കിയിട്ടുണ്ട്, അരളിപ്പൂ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അരളിപ്പൂ ഉണ്ട്. ഓണത്തിന് അത്തപ്പൂക്കളത്തിൽ നിന്ന് അത് പുറത്താകുന്നില്ല എന്നുള്ളതാണ്. അതിനെയും കൂടി പരിഗണിച്ചുള്ള അത് അത്തപ്പൂക്കളമാണ് നടത്തുന്നത്. അരളിപ്പൂ ചോദിച്ചു വരുന്നവരുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം അരളിപ്പൂ നൽകുന്നത് കണ്ടിരുന്നു. എന്തായാലും അരളിപ്പൂ ഉണ്ട്. അരളിപ്പൂ കൊണ്ട് തീർന്നു. ആയിരിക്കുന്ന ബോക്സിൽ അരളിപ്പൂ തീർന്നിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ പറയുന്നത് പോലെ അരളി ഞാനും കണ്ടു, ഞാൻ വാങ്ങുകയും ചെയ്തു. രാഹുൽ, എനിക്ക് വേറൊരു സംശയമുണ്ട്. നമ്മൾ ചെറുപ്പം മൂലേ കാണുന്ന ഒരു പൂവ്, അത് ദിവിഷിനും രാഹുലിനും അറിയാമോ എന്നറിയില്ല. ട്യൂബ് റോസ് എന്ന് വിളിക്കുന്ന ഒരു ഇനമുണ്ട്. വളരെ മെലിഞ്ഞ് മുല്ലപ്പൂവിൻ്റെ സാദൃശ്യം ചെറുതായുള്ള ഒരു പൂവാണ്. പൊതുവെ പൂമാല കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പൂവ്. അത്തപ്പൂക്കളത്തിൽ വലിയ ഏരിയയിൽ വെളുത്ത നിറം കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. അതിപ്പോൾ വിപണിയിൽ കുറച്ച് നാളായി ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടോ രാഹുൽ? ഞാൻ ആ പൂ കണ്ടിട്ടില്ല. അതാണ് മോദി, ആ പേരൊന്നുകൂടി പറയാമോ? ട്യൂബ് റോസ്. എടാ, അതൊക്കെ ചുമ്മാ ഒരു പേരല്ലേ, ഒറിജിനൽ പേരാണെന്ന് ആർക്കറിയാം. ട്യൂബ് റോസ്. എനിക്ക് ചെമ്പരത്തിയും തെറ്റിയല്ല വേറെ ചേട്ടാ. ചെമ്പരത്തി രാഹുലിന് ഉറപ്പായിട്ടും അറിയാം. വരാറുണ്ടോ? ഇന്ന് വരും. ഇവിടെ ഇല്ല. രാവിലെ വരത്തേ ഉള്ളൂ. എത്ര മണിക്ക് വരും? ഒരു 10-11 മണിക്ക്. 10-11 മണിക്ക്. മാതൃഭൂമി എന്ന് വിളിച്ചു പറയണം. കാരണം ഞങ്ങളുടെ ആങ്കർ മോത്തി ചേച്ചിക്ക് ആ പൂ കാണണം, അത്തപ്പൂക്കളത്തെ പണ്ടിടുമ്പോൾ അതായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വരാറുണ്ടല്ലേ? അവിടെ വരാറുണ്ട്. സാധനം വരും. അതാണോ എല്ലാ ഐറ്റം സാധനം വരും. പൂവിലുള്ള എന്തെല്ലാം പൂവുണ്ട്. റോസ് എവിടുന്നാ വരുന്നത്? എല്ലാം തോവാളയാണ്. അപ്പോൾ ഒത്തു ചേച്ചി, അതായത് 10:30 മണിക്ക് ഇവിടെ എത്തും. ക്യൂബ് റോസ് കാണണമെന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തോവാളെ പോകേണ്ടി വരും. എന്നിട്ട് 10:30 മണിക്ക് ക്യൂബ് റോസ് എത്തും. ഈ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നെ അല്പം നാണം കെടുത്തിയെങ്കിലും ഞാൻ പറഞ്ഞത് വാസ്തവമായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ രണ്ടുപേർക്കും? ദിവിഷേട്ടൻ അറിയാമായിരുന്നോ പൂ ഏതാന്ന്? ഇല്ല, ഞാനും കേട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ഉണ്ടല്ലോ, ഇനിയിപ്പോ നമുക്ക് അറിയാന്ന് പറയാം. അതാണ് ഇനി ഏതായാലും എന്തായാലും ആശ്വാസമായി. എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ. ശരി രാഹുൽ. ഏറ്റവും പ്രധാന നമുക്ക് ഏതെങ്കിലും ഈ പൂക്കൾ തന്നെയാണ് പ്രധാനപ്പെട്ട. ഈ അദ്ദേഹം പറഞ്ഞ പോലെ തോവാളില്ലെങ്കിൽ മലയാളി പൂക്കൾ ഇടില്ല എന്നൊക്കെ പറയായിരുന്നെങ്കിൽ ഇപ്പോൾ പള്ളിച്ചല്, നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിൽ കാസർഗോഡൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ പൂവിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ശ്രമമാണ്. അപ്പോൾ അതും ഈ ഓണാഘോഷത്തിൻ്റെ ഒരു വേറിട്ട കാഴ്ചയാണ്. ശരി രാഹുലെ, നമ്മൾ തിരിച്ചു വരാം.